വ്യൂസ് ഇൻ DBMS. വ്യൂസ് എന്ന് പറയുമ്പോൾ DBMS മീൻസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന്. അപ്പോ വ്യൂസ് എന്ന് പറയുമ്പോൾ വിർച്വൽ ടേബിൾ അല്ലെ, നമ്മൾ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ടേബിളിനെ അപ്ഡേറ്റ് ചെയ്തു, അതിനെ ഓൾട്ടർ ചെയ്തു, മോഡിഫൈ ചെയ്തു, പല കാര്യങ്ങളും നമ്മൾ ടേബിളിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് വിർച്വൽ ടേബിൾ ആണ്. വിർച്വൽ ടേബിൾ എന്ന് പറയുമ്പോൾ അതായത് അത് ഒറിജിനൽ ടേബിൾ അല്ല, വിർച്വലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനകത്ത് കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു സ്കൂളിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആ സ്റ്റുഡൻസിന്റെ നെയിം, അവരുടെ കോഴ്സ്, അവരുടെ ക്ലാസ്, അതേപോലെ തന്നെ ഏത് ഇയർ ആണെന്നുള്ളത് കേട്ടോ, അതേപോലെ അവരുടെ ഒരു സബ്ജക്ട്സിലെ മാർക്ക്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിപ്പോ ക്രിയേറ്റ് ചെയ്തത് ഞാൻ, പ്രിൻസിപ്പൾ ആണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഞാൻ പറഞ്ഞു മൊത്തം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റാസും എന്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടേബിളിന്, ആ ഒരു ഡാറ്റയിൽ നിന്ന് ഇപ്പോ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് മാത്രം കമ്പ്യൂട്ടർ സയൻസിന്റെ HODക്ക് വ്യൂ ചെയ്യുന്ന രീതിക്ക് കൊടുക്കണം. ഓക്കെ, മൊത്തം എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ടേബിൾ ആണ്. ആ ടേബിളിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിന്റെ ഡീറ്റെയിൽസ് മാത്രം കമ്പ്യൂട്ടർ സയൻസിന്റെ HODക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കണം. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ മാത്തമാറ്റിക്സിന്റെ ഡീറ്റെയിൽസ് മാത്രം മാത്തമാറ്റിക്സിന്റെ HODക്ക് വ്യൂ ചെയ്യുന്ന രീതിക്ക് കൊടുക്കണം. അതായത് മൊത്തം ടേബിളിൽ നിന്ന് ഞാൻ പല ഭാഗങ്ങൾ ഹൈഡ് ചെയ്തിട്ട് പലർക്കും വ്യൂ ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ HODക്ക് ബാക്കി ഡാറ്റാസ് കാണാൻ പാടില്ല, മാത്തമാറ്റിക്സിന്റെ HODക്ക് ബാക്കി ഡാറ്റാസ് കാണാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ഭാഗങ്ങൾ, ബാക്കിയുള്ളത് അവരിൽ നിന്ന് ഞാൻ ഹൈഡ് ചെയ്യുവാണ്. ഈ ഒരു രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിർച്വൽ ടേബിൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സപ്പോസ് നോക്കാം, എൻ്റെ ഒരു സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. സ്റ്റുഡന്റ് ടേബിൾ ഉണ്ട്. ഈ സ്റ്റുഡന്റ് ടേബിൾ ഞാനിപ്പോ പ്രിൻസിപ്പൾ ആണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇത് ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ടീച്ചേഴ്സിന് മൊത്തം കാണിക്കണം. റോൾ നമ്പർ, നെയിം, മാർക്സ്, 3 കോളം ആണുള്ളത്. ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർക്ക് ഞാൻ ഫുൾ ആക്സസ് കൊടുക്കുകയാണ്. റോൾ നമ്പറും നെയിമും മാർക്കും ആള് കണ്ടോട്ടെ. സ്റ്റുഡന്റിനെ സംബന്ധിച്ച് സ്റ്റുഡന്റിന് റോൾ നമ്പറും നെയിമും മാത്രം കണ്ടാൽ മതി. മാർക്സ് ഇപ്പൊ അവർക്ക് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, സ്റ്റുഡന്റിന് അവരുടെ റോൾ നമ്പർ കറക്റ്റ് ആണോ, നെയിമിനനുസരിച്ച് റോൾ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം സ്റ്റുഡന്റ് ചെക്ക് ചെയ്താൽ മതി. ഓഫീസ് സ്റ്റാഫിനെ സംബന്ധിച്ച് ഓഫീസ് സ്റ്റാഫിന് നെയിമും മാർക്സും മതി, റോൾ നമ്പർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്ക് എത്ര മാർക്ക് എന്നുള്ളത് നോട്ട് ചെയ്താൽ മതി. അതാണ് ഓഫീസ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർക്ക് മാർക്സ് ഹൈഡ് ആണ്, ഓഫീസ് സ്റ്റാഫിനെ സംബന്ധിച്ച് റോൾ നമ്പർ ഹൈഡ് ആണ്. അപ്പൊ ഓരോ ടീമിനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പെർട്ടിക്കുലർ പോർഷൻസ് ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടീച്ചർക്ക് എല്ലാം കൊടുക്കുന്നു, സ്റ്റുഡന്റിനെ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് സ്റ്റാഫിനെയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഹൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ വ്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, വ്യൂ ചെയ്യുക. പലരും പലതാണ് വ്യൂ ചെയ്യുന്നത്. എല്ലാവർക്കും ഞാൻ എല്ലാ ആക്സസും കൊടുക്കുന്നില്ല, പലർക്കും പലതാണ് ഞാൻ വ്യൂ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി ഞാൻ ഡെഫിനിഷൻസ് നോക്കാം. വ്യൂസ് ഇൻ SQL ആർ കൺസിഡേർഡ് ആസ് വെർച്വൽ ടേബിൾ. അത് വെർച്വൽ ടേബിൾ ആണ്, ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടേബിൾ അല്ല, അതൊരു വെർച്വൽ ടേബിൾ ആണ്. A view also has rows and columns as they are in real table in the database. ഒരു റിയൽ ടേബിൾ, ഡാറ്റാബേസിൽ ഒരു റിയൽ ടേബിൾ പോലെ തന്നെ വ്യൂസിനും എന്തുണ്ട്, റോസ് ആൻഡ് കോളംസ് ഉണ്ട്. ഇപ്പൊ സ്റ്റുഡൻസ് കാണുന്ന ഈ റോൾ നമ്പറും നെയിമും ഇരിക്കുന്നത് റോയും കോളവും ആയിട്ടാണല്ലോ. റോൾ നമ്പർ ആദ്യത്തെ കോളം, നെയിം പിന്നത്തെ കോളം, അതിനകത്ത് ഒരുപാട് റോസും വരുന്നുണ്ട്. സോ ഇത് റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഇരിക്കുന്നത്. Restrict access to the data in such a way that user can see and sometimes modify exactly what they need and more. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, അതായത് ചില യൂസേഴ്സിൽ നിന്ന് നമ്മൾ ചില ഡാറ്റനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. റെസ്ട്രിക്ട് ചെയ്യാൻ മീൻസ് അവർക്ക് അത് കാണാണ്ടിരിക്കണം, ഹൈഡ് ചെയ്യണം, അവരത് കാണാൻ പാടില്ല. അതാണ് യൂസറിനെ റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ യൂസറിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വ്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വ്യൂസിന്റെ അകത്ത് തന്നെ നമുക്ക് പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യും. ഇപ്പൊ ടേബിളിനകത്ത് നമ്മൾ ക്രിയേറ്റ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വ്യൂസും നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, ഇവിടെ ഓർഡർ തെറ്റിയതാണ്. ഫസ്റ്റ് അപ്ഡേറ്റാ കിടക്കുന്നത്. ആദ്യം നമുക്ക് ക്രിയേറ്റ് ആണ്, വ്യൂ ക്രിയേറ്റ് ചെയ്യണം. വ്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആര് വേണം? ഒരു ഒറിജിനൽ ടേബിൾ വേണം അല്ലെ? അതായത് ആദ്യം നമ്മുടെ പുള്ളി, അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ പ്രിൻസിപ്പളിന് ഒരു ഒറിജിനൽ ടേബിൾ വേണം. ആ ഒറിജിനൽ ടേബിൾ ആണ് ഞാൻ പലർക്കും എന്ത് ചെയ്യുന്നത്? ഹൈഡ് ചെയ്ത് ആക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ടേബിൾ, ഒറിജിനൽ ടേബിൾ വേണം. എന്റെ ഒറിജിനൽ ടേബിൾ ആണ് ഇത് രണ്ടും. രണ്ട് ടേബിൾ ഉണ്ട് എനിക്കിവിടെ. ഒന്ന് സ്റ്റുഡ് ഡീറ്റെയിൽസും ഒന്ന് സ്റ്റുഡ് മാർക്സും ആണ്. ഈ രണ്ട് ടേബിൾ വെച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വ്യൂസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് രണ്ട് ടേബിൾ ഉണ്ട്. ഒന്ന് സ്റ്റുഡ് ഡീറ്റെയിൽ, അതിനകത്ത് ഐ ഡി, നെയിം, അഡ്രസ് ഉണ്ട്. പിന്നെ സ്റ്റുഡ് മാർക്സ് ഉണ്ട്, അതിനകത്തും ഐ ഡി, നെയിം, മാർക്സ്. ഇതിൽ അഡ്രസ് ആണ്, ഐ ഡി, നെയിം, അഡ്രസ്. ഇതിൽ ഐ ഡി, നെയിം, മാർക്സ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്താണ്? റിലേറ്റഡ് ആണെന്ന് പറയാം. ബിക്കോസ് രണ്ടിനകത്തും കോമൺ ഫീൽഡുകൾ വരുന്നുണ്ട്. അപ്പൊ രണ്ടും എന്താണെന്ന് പറയാം? റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. റിലേഷൻഷിപ്പ് ഉണ്ട് ഇവര് തമ്മിൽ, ബിക്കോസ് രണ്ടിലും കോമൺ ഫീൽഡുകൾ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ വ്യൂ ക്രിയേറ്റ് ചെയ്യാണ്. സിംഗിൾ ടേബിളിന്റെ സിംഗിൾ വ്യൂ ക്രിയേറ്റ് ചെയ്യാണ്. എന്താ സിംഗിൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഈ ഒരു സ്റ്റുഡ് ഡീറ്റെയിൽസ് മാത്രം നോക്കാം. സ്റ്റുഡ് ഡീറ്റെയിൽസിന്റെ അകത്ത് നിന്ന് എനിക്ക് ഈ നെയിമിനെ മാത്രം കാണിക്കണം, അല്ലെങ്കിൽ നെയിമും അഡ്രസ്സും കാണിക്കണം. ഒക്കെ ഏതെങ്കിലും രണ്ടെണ്ണം കാണിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം കാണിക്കാം. ഇത് ഒരു സിംഗിൾ ടേബിളിന്റെ വ്യൂ ആണ് അല്ലെ? ഈ ഒരു സ്റ്റുഡ് ഡീറ്റെയിൽസിന്റെ വ്യൂ ആണ്. അതിലത്തെ നെയിം, അതിലത്തെ അഡ്രസ്സ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ എങ്കിൽ അത് സ്റ്റുഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സിംഗിൾ ടേബിളിന്റെ വ്യൂ ആണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ടേബിളിൽ എങ്ങനെ വ്യൂ നോക്കാം? ഇവിടെ രണ്ട് ടേബിൾ ഉണ്ട്. ഒന്ന് സ്റ്റുഡ് ഡീറ്റെയിൽസ്, സ്റ്റുഡ് മാർക്സ്. നമ്മൾ പറഞ്ഞു രണ്ടും റിലേറ്റഡ് ആണ്, ബിക്കോസ് രണ്ടിനകത്തും കോമൺ ഫീൽഡുകൾ ഉണ്ട്. അത്തരത്തിൽ നമുക്ക് രണ്ട് ടേബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ തമ്മിൽ മൾട്ടിപ്പിൾ വ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് നെയിം, അഡ്രസ്, മാർക്ക് വേണമെന്ന് വിചാരിച്ചോ. നെയിം, അഡ്രസ്, മാർക്ക്. അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റുഡ് ഡീറ്റെയിൽസിൽ നിന്ന് നെയിമും അഡ്രസ്സും എടുക്കാം, സ്റ്റുഡ് മാർക്സിൽ നിന്ന് മാർക്സ് എടുക്കാം. അങ്ങനെ മൂന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിന്റെ മാത്രം വ്യൂ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ മൂന്ന് ഡീറ്റെയിൽസ് മാത്രമുള്ള വ്യൂ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മൾട്ടിപ്പിൾ ടേബിൾസിൽ വ്യൂസ് പെർഫോം ചെയ്യാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ടേബിൾ ഉണ്ടായിരിക്കണം ആദ്യം. മൾട്ടിപ്പിൾ ടേബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് കോമൺ കോളംസ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടേബിളിൽ നിന്നുള്ള വ്യൂസും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർക്ക് നെയിമും അഡ്രസ്സും മാർക്കും ആണ് കാണേണ്ടതെങ്കിൽ നെയിമും അഡ്രസ്സും ഒരു ടേബിളിൽ കിടക്കുന്നു, മാർക്ക് അടുത്ത ടേബിളിലാണെങ്കിൽ അത് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. കോമൺ കോളംസ് ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാരാ ഈ മൂന്നാമത്തെ ആള്? ഡെല്ല് കിടക്കുന്ന ആളുടെ ആരാ അത്? ആരാ? കേൾക്കുന്നില്ല. റെസിന അപ്പൊ ലാപ്പ് ആ, മാറ്റിണ്ടായിരുന്നു. ഓക്കെ 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 റെസി. ദെൻ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഒറിജിനൽ ടേബിൾസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. സ്റ്റുഡ് ഡീറ്റെയിൽസും ക്രിയേറ്റ് ചെയ്യണം, സ്റ്റുഡ് മാർക്സും ക്രിയേറ്റ് ചെയ്യണം. അത് രണ്ടും ഒന്ന് ആദ്യം സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തേ. ദെൻ നമുക്ക് അതിനകത്ത് ഈ വ്യൂസ് ചെയ്യാം. സിംഗിൾ ടേബിളിന്റെ വ്യൂവും ചെയ്യണം, മൾട്ടിപ്പിൾ ടേബിളിന്റെ വ്യൂവും ചെയ്യണം. ആദ്യം ഒറിജിനൽ ടേബിൾസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതുണ്ടെങ്കിൽ ആ വ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ടേബിളിൽ ഇതിന്റെ പേര് കൊടുക്കുക, സ്റ്റുഡ് ഡീറ്റെയിൽസ് കൊടുക്കുക, അതിൽ ഐ ഡി, നെയിം, അഡ്രസ്സ് കൊടുക്കുക. ദെൻ സ്റ്റുഡ് മാർക്സ് കൊടുക്കുക, അതിനകത്തും ഐ ഡി, നെയിം, മാർക്സ് ആഡ് ചെയ്യാം കേട്ടോ. അതൊന്ന് ചെയ്ത് കഴിയുമ്പോ പറയണേ. പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോ പറയാം. ഞാൻ കോഡൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് ഇതൊക്കെ ചെയ്യാൻ ഇപ്പൊ കാണാണ്ട് പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ. കാരണം അത്രയും നമ്മൾ ടേബിൾസ് കുറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യാം.
ആ 2 ടേബിള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് നമുക്ക് സിംഗിൾ ടേബിളിന്റെ വ്യൂ ക്രിയേറ്റ് ചെയ്യാന്നുള്ള പ്രോസസ് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം കമന്റ് ചെയ്ത് വെക്കുക, ക്രിയേറ്റ് എ വ്യൂ ഓൺ എ സിംഗിൾ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്ത് വെക്കാം. ദെൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ടേബിൾ എന്ന് കൊടുക്കുന്ന പോലെ ആദ്യം ക്രിയേറ്റ് വ്യൂ എന്ന് കൊടുക്കുക. ടേബിളിന് നമ്മളൊരു പേര് കൊടുക്കുന്ന പോലെ വ്യൂവിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ദെൻ ആസ് എന്ന് പറയുന്ന അലിയാസസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വ്യൂ ചെയ്യേണ്ടത്? എനിക്കിപ്പോ വ്യൂ ചെയ്യേണ്ടത് ഈ ഒരു ടേബിളിൽ നിന്ന് സ്റ്റുഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ആദ്യത്തെ ടേബിളിൽ നിന്ന് നെയിമും അഡ്രസ്സും ആണ് എനിക്ക് വ്യൂ ചെയ്യേണ്ടത്. അപ്പൊ എന്താണോ വ്യൂ ചെയ്യേണ്ടത് അതാണ് നമ്മൾ അടുത്തത് കൊടുക്കേണ്ടത്, ആസിന് ശേഷം കൊടുക്കേണ്ടത്. സെലക്ട് കോളം 1 ആൻഡ് കോളം 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ കൊടുക്കേണ്ടത് എന്താ? എനിക്ക് കാണേണ്ടത് നെയിമും അഡ്രസ്സും ആണ്. അപ്പൊ ഞാൻ അവിടെ എന്ത് കൊടുത്തു? സെലക്ട് നെയിം അഡ്രസ് ഫ്രം, എന്തിൽ നിന്നാ കാണണ്ടേ? ടേബിൾ നെയിം. ഫ്രം സ്റ്റുഡ് ഡീറ്റെയിൽസ് ആണ് എന്റെ ടേബിൾ നെയിം. ഞാനപ്പോ അതവിടെ കൊടുത്തു. ഓക്കെ, ആദ്യം ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം, ദെൻ ആസ്. ഇനി നിങ്ങൾക്ക് കാണേണ്ട കോളംസ് സെലക്ടിനകത്ത് നെയിമും അഡ്രസ്സും ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ID കാണേണ്ട, അത് ഹൈഡ് ആണ്. അപ്പൊ കാണേണ്ട സാധനങ്ങൾ മാത്രം കൊടുക്കുക. ഫ്രം ടേബിൾ നെയിം, ടേബിൾ നെയിം മെൻഷൻ ചെയ്യുക. ദെൻ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് എല്ലാ ഡീറ്റെയിൽസും വേണ്ട, വെർ ID ലെസ് ദാൻ 4. ID ലെസ് ദാൻ 4 ആയിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് മാത്രം മതി. അതായത് 1, 2, 3 ആദ്യത്തെ 3 ആളെ മതി, 4മത്തെ ആളെ വേണ്ട. ID ലെസ് ദാൻ 4 ആയവരുടെ ഡീറ്റെയിൽസ് മാത്രം മതി. then ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വ്യൂവിനെ ഒന്ന് നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ നെയിമും അഡ്രസ്സും മാത്രമായിരിക്കും കിട്ടുന്നത്. ദെൻ ആ ഒരു ഡീറ്റെയിൽസ് വ്യൂവിനെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് വ്യൂ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത സാധനം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ എന്ന് കൊടുക്കുക. അപ്പൊ ആ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് വ്യൂവിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ ഉള്ള വ്യൂവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ് കൊടുക്കുക. പിന്നെ സെലക്ട് ചെയ്യേണ്ട കോളങ്ങൾ, സെലക്ട് നെയിം അഡ്രസ് ഫ്രം ടേബിൾ നെയിം, ദെൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണ്ടീഷൻ, എനിക്ക് വേർ ID ലെസ് ദാൻ 4, അതായത് ID ലെസ് ദാൻ 4 ആയിട്ടുള്ളവരെ മതി. അപ്പൊ ID ലെസ് ദാൻ 4 കൊടുത്തു. ഇനി അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ ആ ഒരു വ്യൂ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ക്രിയേറ്റ് ചെയ്ത വ്യൂവിനെ കാണണമെങ്കിൽ എങ്ങനെ വേണം? സെലക്ട് സ്റ്റാർ ഫ്രം ഡീറ്റെയിൽസ് വ്യൂ. ഡീറ്റെയിൽസ് വ്യൂവിൽ അത് എല്ലാത്തിനെയും കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കാണിച്ചു തരും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടേബിളിന്റെ ചെയ്യാം. മൾട്ടിപ്പിൾ ടേബിൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ ഒരു സിംഗിൾ ടേബിളിന്റെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഔട്ട്പുട്ട് ചെക്ക് ചെയ്തേ. അത് കംപ്ലീറ്റ് ആവുമ്പോൾ പറയട്ടോ. പറഞ്ഞത് ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.
ചെയ്തായിരുന്നോ? അത് കിട്ടിയായിരുന്നോ? ആ കിട്ടി. ഓക്കെ. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് വ്യൂസ്. മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് വ്യൂസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടേബിളിൽ നിന്ന് നെയിമും അഡ്രസ്സും ആണ്. പിന്നെ മാർക്സിൽ നിന്ന് മാർക്സും ആണ് എടുക്കുന്നത്. കാരണം രണ്ടിനകത്ത് ഇവിടെ നെയിം കോമൺ ഉണ്ട്. അപ്പൊ ഒന്നിൽ നിന്ന് നെയിമും അഡ്രസ്സും എടുക്കാം, ഒന്നിൽ നിന്ന് മാർക്സും എടുക്കാം. അപ്പൊ ആദ്യം ദാ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം, ആസ്. ഓക്കെ. അപ്പൊ ക്രിയേറ്റ് വ്യൂ ഞാൻ മാർക്സ് വ്യൂ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ആസ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട കോളംസ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇവിടെ ആണെങ്കിൽ നമ്മൾ നെയിം അഡ്രസ് എന്ന് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെ കൊടുത്താൽ മതിയോ? അപ്പൊ ഇവിടെ രണ്ട് ടേബിൾസ് ഉണ്ട് അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് പറയണം. സ്റ്റുഡ് ഡീറ്റെയിലിൽ നിന്ന് നെയിമും സ്റ്റുഡ് ഡീറ്റെയിലിൽ നിന്ന് അഡ്രസ്സും എടുക്കണം. സ്റ്റുഡ് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഈ ടേബിളിൽ നിന്ന് നെയിമും അഡ്രസ്സും എടുക്കണം എന്നവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് നെയിം, സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് അഡ്രസ്, ടേബിൾ നെയിം ഡോട്ട് നെയിം, ടേബിൾ നെയിം ഡോട്ട് കോളം നെയിം, അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം അപ്പൊ ആ രണ്ട് ടേബിളിൽ നിന്ന് രണ്ട് കോളംസ് കിട്ടി നമുക്ക്. ഇനി ആരെയാ വേണ്ടേ? മാർക്സ്. മാർക്സിന്റെ പേരെന്താ? സ്റ്റുഡ് മാർക്സ് അല്ലെ? അപ്പൊ അതവിടെ കൊടുക്കാം. സ്റ്റുഡ് മാർക്സ് ഡോട്ട് മാർക്സ്, സ്റ്റുഡ് മാർക്സിൽ നിന്ന് മാർക്സിന് എടുക്കുക എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി എന്ത്? ഫ്രമിനകത്ത് കൊടുക്കുക, ഫ്രം സ്റ്റുഡ് ഡീറ്റെയിൽ കോമ സ്റ്റുഡ് മാർക്ക്. ഇത് ടേബിൾ നെയിം ആണ്. ഏത് ടേബിളിൽ നിന്നാണ് ഇവർ എടുക്കുന്നത്? ഇവിടെ ഓൾറെഡി ടേബിൾ നെയിം ഡോട്ട് കോളം നെയിം എന്നാണ് കൊടുക്കുന്നതെങ്കിലും ഫ്രമിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിളിന്റെ നെയിംസ് മെൻഷൻ ചെയ്യണം. ഒന്ന് സ്റ്റുഡ് ഡീറ്റെയിൽ ആണ്, ഒന്ന് സ്റ്റുഡ് മാർക്ക് ആണ്. അതവിടെ മെൻഷൻ ചെയ്തു. ദെൻ എനിക്കിവിടെ കണ്ടീഷൻ ഉണ്ട്. വേർ സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് നെയിം ഈക്വൽ ടു സ്റ്റുഡ് മാർക്സ് ഡോട്ട് നെയിം. ഇതിന്റെ രണ്ടിന്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് മതി. രണ്ടിനകത്തും കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഹുൽ, സാറ, രോഹിത്, ഭക്തൻ. ഓക്കെ. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽ അല്ലാണ്ട് ഒരു റിയ എന്ന് പറയുന്ന ഒരാൾ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ റിയേനെ വേണ്ട. സ്റ്റുഡ് ഡീറ്റെയിൽസിനോട് സ്റ്റുഡ് മാർക്സ് ഈക്വൽ ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്, അവരെ മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് നെയിം ഈക്വൽ ടു സ്റ്റുഡ് മാർക്സ് ഡോട്ട് നെയിം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരോട് ഈക്വൽ ആയിട്ട് കിടക്കുന്ന ഡാറ്റാസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ടേബിൾസിന്റെ വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ കാണണമെങ്കിൽ എങ്ങനെ കൊടുക്കണം? സെലക്ട് സ്റ്റാർ ഫ്രം നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂവിന്റെ നെയിം, അത് കൊടുക്കുമ്പോൾ ആ ഒരു വ്യൂ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അതൊന്ന് ചെയ്തേ. ഡോട്ട് വേണം അല്ലേ? എന്തായിരുന്നു? ആ സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് നെയിം എന്നല്ലേ? എവിടെയാണ് സ്റ്റുഡ്? ഇതാണോ സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് നെയിം, സ്റ്റുഡ് ഡീറ്റെയിൽ ഡോട്ട് അഡ്രസ്? സ്റ്റുഡ് ഡീറ്റെയിൽ എന്നല്ലേ പേര് കൊടുത്തിട്ടുള്ളത്? ഡീറ്റെയിൽസ് എന്നാണെങ്കിൽ ഡീറ്റെയിൽസ്, സ്റ്റുഡ് ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. സ്റ്റുഡ് ഡീറ്റെയിൽ ആണെങ്കിൽ ഡീറ്റെയിൽ എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ.
ഓക്കെ. കിട്ടിയോ? അനന്തു കിട്ടിയായിരുന്നോ? എനിക്ക് കിട്ടി. ഓക്കെ. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിന് എന്താ പറയാ ഡിസ്പ്ലേ ചെയ്ത് കണ്ടു. ഇനി അപ്ഡേറ്റ്. ഇപ്പൊ കണ്ട വ്യൂവിന് നമുക്കിനി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല യൂസ് ചെയ്യുന്നത്, പകരം ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ, ദെൻ വ്യൂവിന്റെ നെയിം നേരത്തെ പോലെ സെലക്ട് ചെയ്യണം. കോളംസ് എന്തൊക്കെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. പിന്നെ ടോബിളിന്റെ പേര്, അതേപോലെ തന്നെ കണ്ടീഷൻ, കണ്ടീഷൻ അതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ എനിക്കിപ്പോ അത് അപ്ഡേറ്റ് തന്നെ പറയണതാണോ? അപ്ഡേറ്റ് റീപ്ലേസ് വ്യൂ? റീപ്ലേസ് എന്താ? ഈ അപ്ഡേറ്റ് വ്യൂവിന് തന്നെയാണോ ഈ റീപ്ലേസ് എന്ന് പറയുന്നത്? റീപ്ലേസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ്. ഓക്കെ. ഓക്കെ. ID less than 3. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് വേറെ ID ലെസ് ദാൻ 4 ആയിരുന്നു. ID ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ കിട്ടിയത് രാഹുൽ, സാറ, രോഹിത് അവരുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഇനി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ID ലെസ് ദാൻ 3 ആണ്. ID ലെസ് ദാൻ ഡീറ്റെയിൽസ്, ID ലെസ് ദാൻ 3. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ID ലെസ് ദാൻ 3 ആണ്. ഈ ഔട്ട്പുട്ട് ഇപ്പൊ നോക്കണ്ട, നമുക്ക് ID ലെസ് ദാൻ 3 ആയിട്ടുള്ളത്, ID ലെസ് ദാൻ 4 ആ ചെയ്തേ. ഇനി ID ലെസ് ദാൻ 3 ഉള്ളവരെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വ്യൂവിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് കൊടുക്കാം. ഇതാണ് ഇപ്പൊ നമ്മുടെ വ്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇനി അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ അപ്ഡേറ്റ് വ്യൂ ഇതാണ്, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂ, ഇത് അപ്ഡേറ്റ് വ്യൂ. ഓക്കെ, എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. ID ലെസ് ദാൻ 3 ആയിട്ടാണ് വേണ്ടത്. ഇപ്പൊ ID ലെസ് ദാൻ 4 ഇവിടെ തെറ്റി കൊടുത്തേക്കാണ്. ID ലെസ് ദാൻ 4 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനി മാറ്റിയിട്ട് ID ലെസ് ദാൻ 3 ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം, ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തതിന് ചേഞ്ച് ചെയ്തു, ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഡീറ്റെയിൽസ് വ്യൂ എന്നാണ് ആ ഒരു വ്യൂവിന് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡീറ്റെയിൽസ് വ്യൂ കൊടുത്തു. ആസ് എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. എനിക്കിവിടെ ഐഡിയും വേണം, നെയിമും വേണം, അഡ്രസ്സും വേണം. നേരത്തെ നമ്മൾ നെയിമും അഡ്രസ്സും മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാണ്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 3 കോളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് സെലക്ട് ID, നെയിം, അഡ്രസ്സ് കൊടുത്തു. ഫ്രം സ്റ്റുഡ് ഡീറ്റെയിൽസ്, വേറെ ID എനിക്ക് ലെസ് ദാൻ 3 ആണ്. അപ്പൊ 3ക്ക് ശേഷമുള്ള ആളുകളെ ആയിരിക്കും കിട്ടുക കേട്ടോ. അതായത് 3ക്ക് താഴെയുള്ളവരെ ആയിരിക്കും കിട്ടുക. ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ID ലെസ് ദാൻ 3 ആണെങ്കിൽ 3ന്റെ താഴെയുള്ളത്, നിങ്ങൾ ലെസ് ദാൻ 3 കൊടുക്കണ്ട, ലെസ് ദാൻ 4 തന്നെ കൊടുത്തിട്ട് ചെയ്തോ. നമുക്ക് ലെസ് ദാൻ 4 കൊടുക്കുമ്പോൾ ആ 3 പേര് തന്നെ നമുക്ക് കിട്ടും വിത്ത് ID അടക്കം. ലെസ് ദാൻ 3 വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം. അപ്ഡേഷൻ ആണ് എങ്ങനെ പോയാലും അവിടെ നടക്കുന്നത്. കാരണം ഇവിടെ 2 കോളം ആയിരുന്നു ആക്സസ് ചെയ്തിരുന്നത്, ഇവിടെ നമ്മൾ 3 കോളത്തെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് വ്യൂ എന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്, ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ, നമ്മുടെ വ്യൂവിന്റെ പേര്, നിങ്ങൾ എന്താണോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വ്യൂ, ഡീറ്റെയിൽസ് വ്യൂ ആണെങ്കിൽ ഡീറ്റെയിൽസ് വ്യൂ, ആ ഒരു വ്യൂവിന്റെ പേര് കൊടുക്കുന്നു. ദെൻ ആസ് കൊടുക്കുന്നു. ദെൻ ID, നെയിം, അഡ്രസ് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അത് 3 അവിടെ കൊടുത്തു. ദെൻ അതിനുശേഷം ഫ്രം സ്റ്റുഡ് ഡബിൾ നെയിം, ദെൻ ID കണ്ടീഷൻ ഉണ്ടെങ്കിൽ ID ലെസ് ദാൻ എന്താന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള ആ ഒരു കമാൻഡ് ഓർത്തിരുന്നിട്ട് അതായിരിക്കും ചെയ്യുക. അപ്പൊ അങ്ങനെയല്ല, ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അത് കൊടുക്കാനായിട്ട്. അതിന്റെ സിന്റാക്സ് ആണ് ജനറൽ സിന്റാക്സ്. ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ചെയ്തേ, ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം.
ഓക്കെ, രാഹുലും സാറും വന്നു. എന്തായിരുന്നു ചോദിച്ചേ? രാഹുലും സാറയും വന്നു. രാഹുലും സാറയും ആ, വന്നു. ആ, <3 അല്ലേ കൊടുത്തേ? അതെ. ഓക്കെ. ID വന്നില്ലേടാ? നെയിം അഡ്രസ്. നെയിമും അഡ്രസ് ID കൊടുത്തില്ല ഇല്ല, സെലക്ടിന്റെ ഐ ഡി കൂടെ? കൊടുത്തില്ല. ഓക്കെ ഓക്കെ. IDയും കൂടെ കൊടുത്തെങ്കിൽ IDയും കൂടെ കിട്ടിയാല്. ഓക്കെ, ഞാൻ കൊടുത്തില്ല. കുഴപ്പമില്ല. ഇനി ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി. ഇനി വൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വ്യൂവിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത വ്യൂവിനെ കളയാൻ നമ്മളിപ്പോ ഡ്രോപ്പ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് വ്യൂ, വ്യൂ നെയിം കൊടുത്താൽ മതി. നമ്മൾ ഡ്രോപ്പ് ടേബിൾ, ടേബിൾ നെയിം എന്ന് പറയുന്ന പോലെ ഡ്രോപ്പ് വ്യൂ, വ്യൂ നെയിം. റെസിന്റെ ഇത് കംപ്ലീറ്റ് ആയായിരുന്നോ? റെസിൻ ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? അപ്ഡേഷൻ അപ്ഡേഷന്റെ കുറച്ച് ക്ലാസ് മിസ്സായല്ലോ. അത് രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. നിന്റെ ക്ലാസ് മിസ്സായാലും പ്രശ്നമൊന്നുമില്ല. ഇത് പുതിയ ടോപ്പിക്കാണ്. നോക്കി നോക്കുന്നു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ. ഓക്കെ. ദെൻ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത വ്യൂവിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് പെർമനന്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിലാണ് ഡ്രോപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡ്രോപ്പ് വ്യൂ, വ്യൂ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യൂ എന്തായിരിക്കും? ഡിലീറ്റ് ആയിട്ട് പോകും. പെർമനന്റ്ലി ഡിലീറ്റ് ആയിട്ട് പോകും. അതൊന്ന് ചെയ്തേ. ഓക്കെ. കിട്ടി. ആ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് വ്യൂസ് ആണ്. വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് അതൊരു വെർച്വൽ ടേബിൾ എന്നുള്ളതാണ്. ഒരു റിയൽ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് അത്. അല്ലെങ്കിൽ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് യൂസറിൽ നിന്ന് ഒരു ടേബിളിന്റെ പല പല പാർട്സുകൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് സർട്ടൈൻ പാർട്സിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് ആണ് വ്യൂസ് നടത്തുന്നത്. അതിൽ തന്നെ നമുക്ക് പല ഓപ്പറേഷൻസും ചെയ്യാം. ഒന്ന് ക്രിയേറ്റ് വ്യൂ, ദെൻ അപ്ഡേറ്റ് വ്യൂ, ഡിലീറ്റ് വ്യൂ. ഈ 3 ഓപ്പറേഷൻസ് ആണ് ഒരു വ്യൂവിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാന്ന് പറഞ്ഞു. അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്നുള്ള കേസ് പറഞ്ഞു. ക്രിയേറ്റ് ആണെങ്കിൽ സാധാ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്ഡേറ്റ് ആണെങ്കിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഡിലീറ്റ് ആണെങ്കിൽ ഡ്രോപ്പ് വ്യൂ, വ്യൂ നെയിം എന്നുള്ള ആ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ടൈപ്സ് ഓഫ് വ്യൂസ് ആണ് നമ്മൾ പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസ് വരുന്നുണ്ട്. സിമ്പിൾ വ്യൂ, കോംപ്ലക്സ് വ്യൂ, ഹൊറിസോണ്ടൽ വ്യൂ, വെർട്ടിക്കൽ വ്യൂ, മെറ്റീരിയലൈസ്ഡ് വ്യൂ. ഇതിൽ സിമ്പിൾ വ്യൂ എന്ന് പറയുന്നത് ടേബിളിന് റെസ്ട്രിക്ട് യൂസർ ടു ആക്സസ് ഓൺലി വൺ ടേബിൾ. യൂസറിന് ഒറ്റ ഒരു ടേബിളിനെ ആക്സസ് ചെയ്യാന്നുള്ളതിനെയാണ് നമ്മൾ സിമ്പിൾ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതേപോലെ കോംപ്ലക്സ് വ്യൂ എന്ന് പറയുന്നത് റെസ്ട്രിക്ട് യൂസർ ടു ആക്സസ് മോർ ദാൻ വൺ ടേബിൾ. മോർ ദാൻ വൺ ടേബിൾ ആക്സസ് ചെയ്യുന്നത് യൂസറിനെ റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ടേബിൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കുക.
ഇതാണ് കോംപ്ലക്സ് വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ ഹൊറിസോണ്ടൽ വ്യൂ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ടേബിളിനകത്ത് സർട്ടൈൻ റോസിന് റെസ്ട്രിക്ഷൻ കൊടുക്കുക. ഇപ്പൊ എനിക്ക് ഒരു ആദ്യത്തെ 3 പിന്നത്തെ കിട്ടാൻ പാടില്ല, അങ്ങനെ സർട്ടൈൻ റോസിന് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതാണ് ഹൊറിസോണ്ടൽ വ്യൂ എന്ന് പറയുന്നത്. ഒരു ടേബിളില് സർട്ടൈൻ കോളത്തിന് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതിനെയാണ് വേർട്ടിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റീരിയലൈസ്ഡ് വ്യൂ ഉണ്ട്. അതായത് ക്രിയേറ്റ് കംപ്ലീറ്റ് കോപ്പി ഓഫ് വൺ ടേബിൾ ആൻഡ് ഓപ്പറേഷൻസ് ഓൺ ദാറ്റ്. അതായത് ടേബിളിന്റെ കംപ്ലീറ്റ് വ്യൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർക്ക് എല്ലാ ടേബിളിലെ മൊത്തം ആക്സസും കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കംപ്ലീറ്റ് വ്യൂ അനന്തുവിന് തരുവാണ്. അനന്തുവിന് അതിനകത്ത് ബാക്കി ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അതാണ് മെറ്റീരിയലൈസ്ഡ് വ്യൂ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വ്യൂവും ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെറ്റീരിയലൈസ്ഡ് വ്യൂ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വ്യൂസ് ആണ് ഇതിനകത്തോട്ടേക്ക് വരുന്നത്. ഓക്കെ, ഇതാണ്. പിന്നെ വ്യൂവും ടേബിളും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടേബിൾ എന്താണ്, വ്യൂ എന്താണ്, ഇത് വിർച്വൽ ടേബിൾ ആണ്, ഇത് ആക്ച്വൽ ടേബിൾ ആണ് എന്നൊക്കെയുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയേ. ഞാനൊരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം വ്യൂസിൻ്റെത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യട്ടോ, ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ. അതിനകത്ത് തന്നെ ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് വ്യൂ ക്രിയേറ്റ് ചെയ്യാം.
ഇതിന് വാല്യൂസോ? എന്തായിരുന്നു? വാല്യൂസ് ഇല്ലാന്നാണോ? വാല്യൂസ്. അത് ആ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്ഡേറ്റിന്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ട്രിഗർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. ട്രിഗർ എന്താന്നുള്ളത് നാളത്തേക്ക് നോക്കിയിട്ട് പ്രിപ്പയർ ആയിട്ട് വരാം. നാളെ ഞാൻ ആരെങ്കിലും കൊണ്ടും ട്രിഗറിന്റെ സെഷൻ എടുപ്പിക്കും. ഞാൻ പറഞ്ഞുതരും, അതല്ലാണ്ട് നിങ്ങളെ കൊണ്ടൊന്ന് എടുപ്പിക്കും ആദ്യം, അതിനുശേഷമാണ് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ട്രിഗർ ഒന്ന് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓൺലൈൻ കേൾക്കുന്നവരും ട്രിഗർ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എന്റെ റെക്കോർഡഡ് ക്ലാസ്സിന് കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ട്രിഗർ എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം. സോ ട്രിഗർ എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അടുത്ത ക്ലാസ്സിലോട്ട്. ഇനി ഓക്കെ. എത്ര ടോപ്പിക് ഉണ്ട്? എന്താ? ഇനി എത്ര ടോപ്പിക് ഉണ്ട്? ട്രിഗറൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു SQL. ഇതില് വേറെ ഒന്നുമില്ല, SQL-ഉം പവർ ബി എക്സലും മാത്രല്ലേ? ആ അതെ. ഇനി നിങ്ങളുടെ ആ എനിക്ക് ഒരു എക്സൽ ഇല്ലാതാ. ആർക്ക് എക്സൽ ഇട്ടാത്തെ? എനിക്ക് എക്സൽ ഇല്ലായിരുന്നു. എക്സൽ വേണ്ട. അല്ല, കിട്ടാത്തതല്ല. എനിക്ക് അത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ കേറിയപ്പോ. ഓക്കെ, അതായത് SQL-ഉം പവർ BI-യും ഉള്ളൂ. ആ അതെ. ആ എക്സൽ വേണ്ട. ഓക്കെ, നമ്മൾ പവർ BI കഴിഞ്ഞതല്ലേ അനന്തുന്റെ? ആ അതെ. ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ആ പ്രൊജക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഓൺലൈനിൽ ഇരിക്കുന്നവരും പ്രൊജക്ട് പെൻഡിങ് ഉള്ളവര് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വീക്കിൽ തന്നെ തീർക്കണം. ഇന്നിപ്പോ തിങ്കളാഴ്ചയല്ലേ? ബുധൻ, ആ വ്യാഴം, വെള്ളി, വെള്ളിയാഴ്ചത്തേക്ക് നമുക്ക് പ്രസന്റേഷൻ വെക്കാം. ഇനിയൊരു നീട്ടലില്ല കേട്ടോ. ആ ഓക്കെ, അപ്പൊ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓൺലൈൻ അല്ല, മറ്റേ റെക്കോർഡഡ് കേൾക്കുന്നവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സലിൻ്റെതാണെങ്കിലും അതേപോലെ തന്നെ പവർ BI-യുടേതാണെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് ഈ ഫ്രൈഡേ തന്നെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു നീട്ടലില്ല. പ്രസന്റേഷൻ ഓക്കെ ആക്കിയതിന് ശേഷം സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്ത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ചോദിച്ചിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ ആരെങ്കിലും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ആ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാ? അനന്തു ആണോ? ആ ഓക്കെ, അപ്പൊ ഇനി പ്ലേസ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് ഓരോന്നും അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ. ഈ W3 സ്കൂൾ ഇല്ലേ, ആ അതിനകത്ത് ഈ ട്രിഗർ കാണുന്നില്ലല്ലോ. ട്രിഗർ ഇല്ലേ? കാണുന്നില്ല ഇല്ലെങ്കിൽ വേറെ സൈഡിൽ. ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നോക്കിയിട്ട് പഠിച്ചോ. നമുക്ക് ട്രിഗർ ഉണ്ട്. ഓക്കെ. ഓക്കെ, വേറെ ഉണ്ടാവൂടാ, ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി. ആ ഞാൻ ജസ്റ്റ് അതിനകത്ത് എപ്പോഴും നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു. W3 ഉണ്ടാവേണ്ടതാണല്ലോ, അതിനകത്തില്ല. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ആ സൈഡിലായിട്ട്. ഞാൻ ട്രിഗർ എന്ന് വെറുതെ ആ സെർച്ച് ചെയ്തതേ ഉള്ളൂ.
ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്ക്. ഉണ്ടാവേണ്ടതാണ് W3 ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ ഉണ്ടാകും, വേറെ ഓരോന്നിന്റെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഞാൻ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി എന്തെങ്കിലും പെൻഡിങ് ഉള്ളതൊക്കെ ഞാൻ നാളത്തേക്ക് എടുത്ത് തീർക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ പ്രൊജക്ട് പ്രസന്റേഷൻ ആണ് പിന്നെ എക്സ്ട്രാ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ, പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണമായിരുന്നു. ഇപ്പൊ അനന്തുവിനെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നിങ്ങക്ക് ഓരോന്നും തരും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാ, വർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. അനന്ത് ഓൾറെഡി വർക്കിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ വേറെ നോക്കുന്നുണ്ടോ, ചേഞ്ച് നോക്കുന്നുണ്ടോ? ചേഞ്ച് നോക്കുന്നുണ്ട്. ഇവിടെ ശമ്പളമൊന്നും അതൊക്കെ തന്നെയാണ്. കൂടുന്നും കുറയുന്നൊന്നുമില്ല. അല്ല, കൂടുന്നില്ല, കുറയുന്നേ ഉള്ളൂ. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ലീവ് ചെയ്തോളൂ കേട്ടോ. അത് നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി.